ഈശ്വര ഭഗവാനെ, എന്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. സ്വത്ത് പാർട്ടീഷൻ ചെയ്തപ്പോ പരമദുഷ്ടനായ ആ മനുഷ്യൻ എനിക്കൊരു തുണ്ട് ഭൂമി തന്നില്ല രാമു. ഈശ്വര ഭഗവാനെ, അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. അയാളെ ഞാൻ കോടതി കയറ്റും. പക്ഷെ വക്കീലിന് കൊടുക്കാനുള്ള ഒരു ചില്ലി കാശ് പോലെ എൻ്റെ ഇല്ല രാമു. എൻ്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ, അയാളെ ഞാൻ കോടതി കയറ്റും, എനിക്കൊരു സെൻറ്റ് ഭൂമി തന്നില്ല എന്നൊക്കെ ശ്രീനിവാസൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ചലച്ചിത്രമുണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അതുപോലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം NGO യൂണിയൻ്റെ, അതുമായി ബന്ധപ്പെട്ട സംഘടനകളുടെയൊക്കെ ഒരു ഫെഡറേഷൻ, അവർ നടത്തിയ രാപകൽ സമരത്തിലെ നേതാക്കളുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയത്, സമരം നടത്തുന്നത് ആരാണ്? സർക്കാർ ജീവനക്കാരാണ്. ഏത് സർക്കാരിൻ്റെ? സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ജീവനക്കാർ. എവിടെയാണ് സമരം നടത്തുന്നത്? സംസ്ഥാന കാര്യാലയത്തിന്, സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. അപ്പോൾ സമരം ആരോടാണ്? സംസ്ഥാന ഗവൺമെൻറ്റിനോടാണ്. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ കഴിഞ്ഞ കാലത്ത് നിലച്ചുപോയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. മറ്റൊന്ന്, അവരുടെ DA കുടിശ്ശിക അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ ശമ്പള പരിഷ്കരണം മുടങ്ങിപ്പോയത് നടത്തണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളൊക്കെയാണ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെ സംഘടനകളുടെ കൂട്ടായ്മ രാപകൽ സമരത്തിലൂടെ ഉന്നയിച്ചത്. എന്നാൽ അവിടെ നടന്ന പ്രസംഗങ്ങളോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അതിനു പകരം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ആ സമരം നടക്കുന്ന വേളയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് അവിടുത്തെ നേതാക്കൾ വന്ന് പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തൊട്ട് തലേ ദിവസമാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്, സർക്കാർ ജീവനക്കാർ ആവശ്യപ്പെടുന്ന DA എന്ന് പറയുന്നത്, ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് ഒരു അവകാശമല്ല എന്ന് സംസ്ഥാന ഗവൺമെൻറ് കോടതി മുമ്പാകെ സത്യവാങ്മൂലം കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതൊന്നും പറയുന്നില്ല. മന്ത്രി പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്താ പറഞ്ഞത്? അത് അവകാശമാണ് എന്ന് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയും, പക്ഷേ നിയമപരമായി കൊടുക്കുന്ന ഒരു അഫിഡവിറ്റിൽ ഞങ്ങൾക്കത് പറയാൻ കഴിയില്ല. കോടതി എങ്ങാനും ഈ DA തന്നെ നിർത്തലാക്കിയാലോ എന്നൊക്കെയുള്ള ആശങ്കയാണ് ബാലഗോപാൽ മന്ത്രി പ്രകടിപ്പിച്ചത്. ധനമന്ത്രി ബാലഗോപാൽ പറയുന്നത് എന്താണ്? കോടതിയിൽ പോയത് തന്നെ തെറ്റായിപ്പോയി എന്നാണ്. യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ ഒരു കോൺഫെഡറേഷനാണ് കോടതിയെ സമീപിച്ചത്. കാരണം അവർക്ക് വളരെ കാലമായി അവരുടെ DA മുടങ്ങിക്കിടക്കുകയാണ്, കുടിശ്ശികയായി കിടക്കുകയാണ്. അത് ലഭിക്കാൻ പലതവണ അവർ നിവേദനം കൊടുക്കുകയും പല സമരങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിട്ടും ഫലമില്ലെന്ന് വന്നപ്പോഴാണ് അവരൊടുവിൽ കോടതിയെ ശരണം പ്രാപിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ കോടതിയെ സമീപിക്കരുത് എന്ന് പറയുന്ന ബാലഗോപാൽ കേന്ദ്ര ഗവൺമെൻറ് കുറേ പണം തരാണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ശരിയായിരിക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് CPM സമരം നടത്തുകയല്ല ചെയ്യുന്നത്. പകരം എന്താ ചെയ്യുന്നത്? CPM ചെയ്യുന്നത് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുകയാണ്. അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള പണം അല്ലെങ്കിൽ കുടിശ്ശിക കിട്ടാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി സമരം ചെയ്യുകയോ അത്തരത്തിൽ പാർലമെൻറ്റിൽ വിഷയം ഉന്നയിക്കുകയോ തുടങ്ങിയ രാഷ്ട്രീയമായ പരിഹാര ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് പകരം CPM എന്താണ് ചെയ്യുന്നത്? സംസ്ഥാന ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്? സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സമരങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി കേന്ദ്ര ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ BJPയെ, നരേന്ദ്രമോദിയെ ഒക്കെ എതിർക്കുന്നത് അത്ര ഹിതകരമായിട്ടുള്ള കാര്യമാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ കോടതിയിലാണ് ആ വിഷയമുള്ളത്. അപ്പോൾ സർക്കാരിന് കോടതിയിൽ പോയി ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താം. അതേസമയം യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ കോൺഫെഡറേഷന് തങ്ങളുടെ ആവശ്യങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി കോടതിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ് എന്തായാലും സമരത്തിന് തെരുവിലിറങ്ങാൻ NGO യൂണിയൻ ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടനകൾ ഉൾപ്പെടെയുള്ള CPM അനുകൂല സംഘടനകൾ തീരുമാനിച്ചു. രാപകൽ സമരത്തിന് അവിടെ എത്തി. അവിടെ വന്ന് അഭിവാദ്യം അർപ്പിക്കുന്ന വിവിധ സംഘടനാ നേതാക്കളുണ്ട്. അവരൊക്കെ പറയുന്നത് എന്താണ്? ഈ ബാലഗോപാൽ തൊട്ടു മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പാട്ട് പാടുകയാണ്. അവർ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ആ ഗവൺമെൻറ്റിൽ നിന്നാണ് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത്, കുടിശ്ശിക നൽകേണ്ടത്, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കേണ്ടത് എല്ലാം സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരെയാണ് സമരം എന്നുള്ള തരത്തിലാണ് അവിടെ വന്ന് പലരും പ്രസംഗിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് മികച്ച കാര്യങ്ങളാണ് സംസ്ഥാനത്തെ ജീവനക്കാരോട് ചെയ്യുന്നത് എന്ന അഭിപ്രായമൊന്നുമില്ല. എന്നാലും
കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ് സമരമെങ്കിൽ, കേന്ദ്ര ഗവൺമെൻറ്റാണ് വീഴ്ച വരുത്തിയതെങ്കിൽ എവിടെയാണ് സമരം ചെയ്യേണ്ടത്? അത് ലോക് ഭവൻ്റെ മുന്നിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഫീസിൻ്റെ മുന്നിലോ ഒക്കെയാണ് സാധാരണ നമ്മൾ അത്തരം സമരങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സമരം ചെയ്യുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ സമര പത്രികയിലെ നോട്ടീസിൽ അല്ലെങ്കിൽ അവരുടെ പ്രചാരണ സാമഗ്രികളിലൊക്കെ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കേണ്ടതാവട്ടെ സംസ്ഥാന ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം ആ പ്രസംഗത്തിലുടനീളം നമുക്ക് കാണാം. അവിടെയാണ് നമ്മൾ ശ്രീനിവാസൻ്റെ സംഭാഷണം ഒരിക്കൽ കൂടി ഓർക്കുന്നത്. അച്ഛന് നല്ലത് മാത്രം വരുത്തണേ, പക്ഷേ അയാളെ ഞാൻ കോടതി കയറ്റും എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്നത്തെ CPM ജീവനക്കാരുടെ അവസ്ഥ എന്ന് ആ സമരം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജീവനക്കാരുടെ പ്രശ്നം? ആ ജീവനക്കാരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് ആര് എന്ന് പോലും നോക്കാതെ ഒരു സമരത്തിന് ഇറങ്ങി പുറപ്പെട്ട ജീവനക്കാരുടെ സംഘടനയെയും അവരുടെ ഗതികേടിനെയുമാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരി കണ്ടത്.